ഗുഡ് മോർണിംഗ് ടീച്ചർ. ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഈ ഈണത്തിലും താളത്തിലും ഗുഡ് മോർണിംഗ് പറഞ്ഞവരാവില്ലേ നമ്മൾ ഓരോരുത്തരും. പക്ഷേ ഇതിന് റെസ്പോണ്ട് ചെയ്യുന്ന ആളുടെ സ്ഥാനത്ത് ഞാൻ എന്നെ ഒരിക്കലും ഇമാജിൻ ചെയ്തിട്ടില്ല. പണ്ടൊക്കെ വലുതാവുമ്പോൾ ആരാവാനാ ഇഷ്ടം എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഒരിക്കലും പറയാത്തൊരു ആൻസർ ആയിരുന്നു ടീച്ചർ എന്നുള്ളത്. പക്ഷേ മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നാണല്ലോ ഏത്, അങ്ങനെതാ ഇവിടെ എത്തി. പക്ഷേ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത്രയും എൻജോയ് ചെയ്ത് വേറൊരു ജോലിയും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായി. ഹൈസ്കൂളിൽ ഞങ്ങളെ സംസ്കൃതം പഠിപ്പിച്ചിരുന്ന ഒരു രാധ ടീച്ചർ ഉണ്ടായിരുന്നു. എന്താ പറയുക, എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറാൻ അറിയുന്ന ചുരുക്കം ചില ടീച്ചേഴ്സിലൊരാൾ. ആള് എൻ്റെ അമ്മേനോട് പറയുമായിരുന്നു പണ്ട്, ഇനി എൻ്റെ ചേച്ചീനോ രണ്ടുപേരിൽ ഒരാളെ ടീച്ചറാക്കണം എന്ന്. അന്ന് എനിക്കിങ്ങനെ തോന്നുമായിരുന്നു, എന്തായാലും ടീച്ചർ പറഞ്ഞതല്ലേ, വേണമെങ്കിൽ എൻ്റെ ചേച്ചി ടീച്ചർ ആയിക്കോട്ടെ, ഇന്നെക്കൊണ്ട് ഒരിക്കലും കൂട്ടിയാൽ കൂട്ടില്ലാത്ത പരിപാടിയാണെന്ന്. ഇപ്പതാ ചേച്ചിയാണെങ്കിൽ നേഴ്സും ആയി, ഞാൻ ടീച്ചറും. ഈ ആത്മാവ് അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റിൽ കുറച്ചെങ്കിലുമൊക്കെ സത്യം ഉണ്ടെങ്കിൽ രാധ ടീച്ചർ ഇപ്പം ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം മിസ്സിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. മിസ്സിൻ്റെ ടീച്ചിങ് നല്ല നന്നായിരുന്നു, മിസ്സ് പറഞ്ഞു തരണമൊക്കെ ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ഓരോ മെസ്സേജ് ഞാൻ ജോബ് റിസൈൻ ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടുമ്പോൾ അപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ഇതേപോലെ മുന്നിലിരിക്കുന്ന കുറച്ച് ലിസണേഴ്സിനെ തന്നെയാണ്. എന്താ പറയുക, ചിലതൊക്കെ നമ്മൾ മറന്നാലും ദൈവം മറക്കില്ല എന്ന് പറയില്ലേ, അതുപോലെ അന്ന് രാധ ടീച്ചറാ പറഞ്ഞതും ദൈവം എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ടീച്ചറുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നതൊന്നും എനിക്കറിയില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് രാധ ടീച്ചർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റും.